ഒരേ ദൈവം, ഒരേ ദൈവവചനം, ഒരേ വിശുദ്ധ കുർബാന, ഒരേ കൃപ. എന്നിട്ടുമെന്തേ പലരുടെയും ജീവിതം അത്ഭുതകരമായി മാറുന്നത്, പക്ഷേ മറ്റു പലരുടെയും ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ നിലനിൽക്കുന്നത്? പ്രശ്നം ദൈവത്തിനാണോ അതോ നമ്മിലാണോ? ഇതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വചനധ്യാനം. നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. ഒരു വലിയ ഹാൾ, വ്യത്യസ്ത മനുഷ്യർ തങ്ങളുടെ കരങ്ങളിൽ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ടവർ ഒരേ ശക്തിയുള്ള സിഗ്നലാണ് ഒരേ സമയം എല്ലാ മൊബൈലുകൾക്കും നൽകുക. പക്ഷേ മൊബൈലുകൾ പ്രതികരിക്കുക വ്യത്യസ്ത രീതിയിലാണ്. ഇതിന് കാരണം ഒരു ഫോണിൽ വൈറസ് കൂടുതലായിരിക്കും, മറ്റൊരു ഫോണിൽ ജങ്ക് ഫയൽസിൻ്റെ അളവ് കൂടുതലായിരിക്കും, ചില ഫോൺ എയ്റോപ്ലെയിൻ മോഡിലായിരിക്കും, മറ്റു ചില മൊബൈൽ ഫോണുകൾ നിർബന്ധമുള്ള പ്രധാനപ്പെട്ട പെർമിഷൻസ് ഓഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കും. സിഗ്നലുകൾ ഒരുപോലെയാണ്, പക്ഷേ ഫലം വ്യത്യസ്തവും. ഇന്നത്തെ വായനാഭാഗങ്ങളുടെ കേന്ദ്ര സന്ദേശവും ഇതുതന്നെയാണ്. പ്രവാചകനായ യേശയ്യ പറയുന്നു, മഴയും മഞ്ഞും ആകാശത്തിൽ നിന്നിറങ്ങി ഭൂമിയെ നനയ്ക്കാതെ മടങ്ങിപ്പോവുകയില്ല, അതുപോലെ എൻ്റെ വചനവും ഫലം നൽകാതെ മടങ്ങുകയില്ല. മഴ ഒരിക്കലും ചോദിക്കില്ല, ഇത് സമ്പന്നന്റെ വയലാണോ ദരിദ്രന്റെ വയലാണോ ഫലപുഷ്ടിയുള്ള വയലാണോ എന്ന്. മഴ ഒരുപോലെ എല്ലായിടത്തും കൃത്യമായി പെയ്യുന്നു. ഇതുപോലെ തന്നെ ദൈവകൃപയും ദൈവസ്നേഹവും ദൈവ കരുണയും എല്ലാവർക്കും കൃത്യമായി ചൊരിയുന്നു. സുവിശേഷത്തിലും യേശു ഇതേ സത്യം വ്യത്യസ്ത രീതിയിൽ ചിത്രീകരിക്കുന്നു. വിതക്കാരൻ ഒരേ ഗുണനിലവാരമുള്ള ഒരേ വിത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ സമയം വിതയ്ക്കുന്നു, എന്നാൽ വ്യത്യസ്ത രീതിയിൽ നിലം ഫലം പുറപ്പെടുവിക്കുന്നു. വ്യത്യാസം വിതച്ച വിത്തിനല്ല, മറിച്ച് സ്വീകരിച്ച നിലത്തിനായിരുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവം വിശുദ്ധ കുർബാനയിലൂടെ, ദൈവവചനത്തിലൂടെ, വ്യത്യസ്തങ്ങളാർന്ന മനുഷ്യരുടെ ഉപദേശത്തിലൂടെ, ദൈവകൃപയിലൂടെ നമ്മോട് ദിനം പ്രതി സംസാരിക്കുന്നു. അങ്ങനെ ദൈവം തൻ്റെ സിഗ്നൽ എല്ലാവർക്കും ഈക്വലായി ഒരേ അളവിൽ അയച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് സ്വീകരിക്കുവാൻ നിന്റെ ഹൃദയമാകുന്ന നിലം തയ്യാറാണോ? 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ 4 തരം അപ്ഡേറ്റ്സിന്റെ ആവശ്യമുണ്ട്. ഒന്നാമതായി, ക്ലീൻ ദ ഹാർട്ട് അഥവാ ഹൃദയം ശുദ്ധീകരിക്കുക. ഒരു ഫോണിൽ വൈറസ് കയറുമ്പോൾ അല്ലെങ്കിൽ ഫയലുകൾ കുന്നുകൂടുമ്പോൾ ഈ ഫോൺ ക്രമേണ സ്ലോ ആയി തുടങ്ങും. എത്ര ശക്തമായ സിഗ്നൽ ലഭിച്ചാലും ഇത് ശരിയായി പ്രവർത്തിക്കില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയവും. എൻ്റെ ഹൃദയത്തിൽ ക്ഷമയില്ലാത്ത അവസ്ഥ, അഹങ്കാരം, അസൂയ, ദുശ്ചിന്ത എന്നിവയുണ്ടാകുമ്പോൾ എൻ്റെ ഹൃദയം സ്ലോ ആകും. പക്ഷേ ആത്മപരിശോധനയിലൂടെയും കുമ്പസാരത്തിലൂടെയും നമ്മുടെ ഹൃദയത്തെ നവീകരിച്ചുകൊണ്ട്, ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കും. രണ്ടാമതായി, ഓപ്പൺ ദ ഹാർട്ട്, ഹൃദയം തുറക്കുക. നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ഫോൺ കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ചില ആപ്ലിക്കേഷൻസ് ഓൺ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പലപ്പോഴും പെർമിഷൻ ഓഫ് ചെയ്തിരിക്കുന്നതിനാൽ ചില ആപ്പുകളൊക്കെയും നമ്മുടെ ഫോണിൽ കൃത്യമായി പ്രവർത്തിക്കാറില്ല. ഇതുപോലെ തന്നെ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പെർമിഷൻ ഡിനേ ചെയ്ത് ഓൺ ചെയ്തിട്ടിരിക്കുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ആയതിനാൽ അടഞ്ഞുകിടക്കുന്ന ഈ വാതിലുകൾ ദൈവത്തിന് തുറന്നു കൊടുക്കുവാനായിട്ട്, പെർമിഷൻസ് ഓൺ ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 100 മേനി ഫലമുണ്ടാകും. മൂന്നാമതായി, അപ്ഡേറ്റ് ദ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം പുതുക്കുക. ഒരു ഫോൺ പുതിയതായാൽ പോലും അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമുക്കറിയാം, അതിൻ്റെ കാര്യക്ഷമത ക്രമേണ കുറയും, അത് പഴയതായി തുടങ്ങും. പുതിയ സൗകര്യങ്ങളും പുതിയ ആപ്പുകളും പ്രവർത്തിക്കില്ല, സുരക്ഷയും കുറയും. ഇതുപോലെ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത മനുഷ്യ ഹൃദയങ്ങളുടെയും അവസ്ഥ. ക്രമേണ ഇതിൻ്റെയൊക്കെയും കാര്യക്ഷമത കുറയും. അവർ ഇന്നും പഴയ പകയും പഴയ ശീലവും പഴയ ചിന്തകളും പഴയ പാപങ്ങളുമായി ജീവിക്കുന്നു. ഓരോ കുർബാനയും ഓരോ കുമ്പസാരവും ഓരോ പ്രാർത്ഥനയും ദൈവം അയക്കുന്ന സ്പിരിച്വൽ അപ്ഡേറ്റ്സ് ആണ്. കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഫോൺ മുന്നോട്ട് പോവുകയില്ല, ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ആത്മാവ് വളരുകയുമില്ല. നാലാമതായി, റീചാർജ് ദ ഫോൺ, നമ്മുടെ ഹൃദയത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുക.
നമുക്കറിയാം, ഒരു ഫോണിന് ചാർജ് കുറഞ്ഞാൽ എത്ര വില കൂടിയതാണെങ്കിലും അത് പ്രവർത്തിക്കില്ല. ഇതുപോലെ നമ്മുടെ ആത്മാവിനും ദിവസേന ചാർജ് വേണം. പ്രാർത്ഥന, ആരാധന, വിശുദ്ധ കുർബാന, ദൈവവചനം, സ്നേഹപ്രവർത്തികൾ ഇവയാണ് ആത്മാവിന്റെ ചാർജർ. ഞായറാഴ്ചകളിൽ മാത്രം ചാർജ് ചെയ്താൽ പോരാ, മറിച്ച് എല്ലാ ദിവസവും ചാർജ് ചെയ്യണം. ഇത് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ കാരണമാകും. സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം അതിമനോഹരമായി പറഞ്ഞു വച്ചു, ഒരേ സൂര്യൻ മെഴുകിനെ ഉരുക്കുകയും അതേസമയം കളിമണ്ണിനെ കഠിനമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. സൂര്യൻ എല്ലാവരുടെയും മേൽ ഒരുപോലെ പ്രകാശിക്കുന്നു. മാറുന്നത് സൂര്യനല്ല, അത് സ്വീകരിക്കുന്ന വസ്തുവാണ്. ഇതുപോലെ തന്നെയാണ് ദൈവവചനവും. മാറുന്നത് വചനമല്ല, അത് സ്വീകരിക്കുന്ന മനുഷ്യഹൃദയമാണ്, മനുഷ്യന്റെ നിലമാണ്. ഓർക്കുക, ദൈവം മാറുന്നില്ല, ദൈവസ്നേഹം മാറുന്നില്ല, ദൈവത്തിന്റെ കൃപ മാറുന്നില്ല. മാറേണ്ടത് എൻ്റെ ഹൃദയമാണ്. ഇന്ന് നമുക്ക് 4 തീരുമാനങ്ങൾ എടുക്കാം. ഒന്നാമതായി, ക്ലീൻ ദ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിലെ വൈറസുകളെ ഇല്ലാണ്ടാക്കുക. രണ്ടാമതായി, ഓപ്പൺ ദ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിലെ ദൈവത്തിന് പ്രവേശിക്കാനുള്ള പെർമിഷൻ ഓണാക്കി വയ്ക്കാം. മൂന്നാമതായി, അപ്ഡേറ്റ് ദ ഹാർട്ട്, ദൈവത്തിന്റെ വചനം ശ്രവിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു സ്പിരിച്വൽ അപ്ഡേറ്റ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുത്താം. നാലാമതായി, റീചാർജ് ദ ഹാർട്ട്, പ്രാർത്ഥനയിലൂടെ, സ്നേഹപ്രവൃത്തിയിലൂടെ എപ്പോഴും എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തെ റീചാർജ് ചെയ്യാം. അപ്പോൾ യേശയ്യ പറഞ്ഞ മഴയും യേശു വിതച്ച വിത്തും എൻ്റെ ജീവിതത്തിൽ വെറുതെയാകില്ല. അത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കും. എപ്പോഴും ഓർക്കുക, ദൈവത്തിൻ്റെ സിഗ്നൽ ശക്തമാണ്, നിലയ്ക്കാത്തതാണ്. മാറേണ്ടത് ടവറല്ല, അത് സ്വീകരിക്കുന്ന മനുഷ്യ ഹൃദയമാണ്.